IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിനു പിന്നാലെ സുഹൃത്ത് സുകാന്ത് ഒളിവിൽ പോയത് മരണത്തിന്റെ 2ാം ദിനമാണ്. മേഘയുടെ മരണവാർത്ത അറിഞ്ഞ് ആത്മഹത്യാ പ്രവണത കാട്ടിയ സുകാന്തിനെ IB ഉദ്യോഗസ്ഥരാണ് വീട്ടിൽ എത്തിച്ചത്. തൊട്ടടുത്ത ദിവസം ഒളിവിൽ പോവുകയായിരുന്നു. വിവരങ്ങളുമായി VS അനു ചേരുന്നു. അനു, ഈ സുകാന്തിനെതിരായ ആരോപണങ്ങൾ ഏതായാലും മേഘയുടെ കുടുംബം ഉയർത്തുന്നുണ്ടായിരുന്നു. ഈ ആത്മഹത്യയിൽ ഇദ്ദേഹത്തിന്റെ പങ്ക് സംബന്ധിച്ച എന്തൊക്കെ സൂചനകളാണ് ഇപ്പോൾ കിട്ടുന്നത്? അന്വേഷണ പരിധിയിലേക്ക് സുകാന്ത് കൂടി വന്നിട്ടുണ്ടോ അനു? ലക്ഷ്മി, നിലവിൽ അന്വേഷണ സംഘം പോലീസുകാർ പറയുന്നത് ഈ സുകാന്ത് സുരേഷ് ഇപ്പോൾ അദ്ദേഹത്തെ കാണാനല്ല, ഒളിവിലാണ് എന്നുള്ള കാര്യമാണ്. പേട്ട പോലീസാണ് ഈ സംബന്ധിച്ച കേസ് അന്വേഷിക്കുന്നത്. സുകാന്ത് ഈ മേഘ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വിളിച്ചിരുന്ന ആളാണ് സുകാന്ത്. ഏതായിരുന്നാലും അയാളുമായുള്ള ചില ഈ സാമ്പത്തിക ഇടപാടുകളൊക്കെ കുടുംബം തൻ്റെ പുറത്തു കൊണ്ടുവന്ന സാഹചര്യമുണ്ട്. പോലീസ് പറയുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മേഘയെ റെയിൽവേ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. മേഘയുടെ ID കാർഡിലൂടെയാണ് ഇത് മേഘയാണെന്ന് തിരിച്ചറിയുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ മേഘയുടെ മരണത്തിന് ശേഷം ഈ സുകാന്തും ആത്മഹത്യാ പ്രവണത കാണിച്ചിരുന്നു. ഇതോടുകൂടി IB ഉദ്യോഗസ്ഥർ ഇയാളെ മലപ്പുറത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ 25-ാം തീയതിയാണ് സുകാന്തിനെ കാണാതാകുന്നത്. നിലവിൽ ഇയാളെ കാണാനില്ല, ബന്ധുക്കളെ അടക്കം ഫോൺ വിളിച്ചിട്ടും യാതൊരു വിവരങ്ങളും ലഭിക്കുന്നില്ല എന്നുള്ള വിശദീകരണമാണ് പേട്ട പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇപ്പോൾ നിലവിൽ ഏതാണ്ട് മേഘയുടെ മരണം ആത്മഹത്യയാണെന്ന് ലോക്കോ പൈലറ്റിന്റെ മൊഴിയടക്കമുണ്ട്. ഫോണിൽ സംസാരിച്ചു കൊണ്ടുവന്ന മേഘ ഈ ജയന്തി ജനത എക്സ്പ്രസ് ആയിരുന്നു. ജയന്തി ജനത ഇങ്ങനെ ഈ തീവണ്ടി അടുത്ത് വരുമ്പോൾ പെട്ടെന്ന് ഈ ട്രാക്കിൽ കയറി കിടക്കുകയായിരുന്നു എന്നുള്ളതാണ് ലോക്കോ പൈലറ്റ് നൽകിയിരിക്കുന്ന വിവരം. അതുകൊണ്ട് ഇതൊരു പൂർണ്ണമായൊരു ആത്മഹത്യയാണ്. പക്ഷേ ഈ ആത്മഹത്യക്ക് നയിച്ചത് എന്താണ് എന്നുള്ള കാര്യമാണ് പോലീസ് പരിശോധിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ സുകാന്തിന് ബന്ധമുണ്ടോ, അല്ലെങ്കിൽ സുകാന്തിന് ആത്മഹത്യ പ്രേരണ അടക്കമുള്ള കാര്യങ്ങൾ പങ്കുണ്ടോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. നിലവിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ മേഘയുടെ വീട്ടിൽ പോയിരുന്നു. ഏതായാലും ഈ സുകാന്തിനെ കാണാനില്ല എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ പോലീസ് നമുക്ക് നൽകുന്ന വിശദീകരണം. ലക്ഷ്മി.